തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടി LDF ഭരണം പിടിച്ചെടുത്തു. CPIM-ന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 5 ലീഗ് അംഗങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി DCC അധ്യക്ഷൻ CP മാത്യു. വോട്ട് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ച അന്തസ്സുണ്ടെങ്കിൽ LDF വോട്ട് ചെയ്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ രാജിവെക്കണം. അതാണ് ചെയ്യേണ്ടത്. ആവശ്യപ്പെടുന്നു. രാജിവെച്ച അല്ല, ഇപ്പൊ ഞാൻ ഈ വാലറ്റ് പേപ്പർ നമുക്ക് നോക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അത് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അത് ജനാധിപത്യ അവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത്. അയാള് സനീഷ് ജോർജിനെ കുറിച്ച് പറയുന്നെങ്കിൽ 84-ാം ബൂത്തിന്റെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചപ്പോൾ അതുകൂടി ആലോചിക്കേണ്ടതായിരുന്നു. ഇപ്രാവശ്യം ചിലപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്തുണച്ചില്ല, അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് LDF-ന്റെ അംഗീകരിച്ചതാണ് ചെയർമാൻ രാജിവെക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേപറ്റി സനീഷോട് തന്നെ ചോദിക്കുക. സനീഷ് ഒന്നുകൂടി ചോദിക്കുക. ഇപ്പൊ എന്റെ അഭിപ്രായം ചോദിക്കുക. ഈ LDF-ല് അതെ 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 മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നും ഐക്യജനാധിപത്യങ്ങളുടെ ഒരു ഘടകകക്ഷിയായി നിന്നിട്ടുള്ള പാർട്ടിയാണ്. ഇവിടെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ലീഗിനകത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഹിമാലയൻ മലയുടെ മുകളിൽ കയറി നിൽക്കുന്നത് നല്ലതാണ്. അവരുടെ പാർട്ടിക്കുള്ളിലുള്ള അന്തരീക്ഷം അത് ഒന്നിപ്പിക്കാൻ വേണ്ടി കാണിച്ച കുറുക്കുവഴിയാണ്, ചതിവിലൂടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ചെയർമാനാക്കാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ അവര് കൗൺസിലർമാർ രാജിവെച്ച് തിരികെ തെരഞ്ഞെടുപ്പിൽ നേടാൻ തയ്യാറാണ്. ഈ CPM-ലെ ഒരു സ്വതന്ത്ര കൗൺസിലറുമായിട്ട് CPM സ്വതന്ത്ര UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് എങ്ങനെയാണ് ഉണ്ടായത്? ഇല്ലെന്നേ ഞാനതല്ലേ പറഞ്ഞത്. ജനാധിപത്യത്തിൽ വോട്ടവകാശം എവിടെയും വിനിയോഗിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇന്ത്യ രാജ്യത്തെ പുതിയൊരു മാറ്റത്തിന്റെ ശംഖുനാഥം മുഴക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് കോൺഗ്രസ് ആണ് നയിക്കേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടാവും. അവർ ചെയ്തിട്ടുണ്ടാവും. സംസ്ഥാന KPC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ 35 വാർഡിലും കോൺഗ്രസിന് മാർക്സിസ്റ്റ് പാർട്ടിക്കുമാണ് 35 വാർഡിൽ ആളുകളുള്ളത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ചില പോക്കറ്റിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ചില പോക്കറ്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് വേണം ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് KPC പ്രസിഡന്റ് ബന്ധപ്പെട്ടു, പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു, അവർക്ക് ലീഗിന്റെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. 2-3 മാസക്കാലം ജർമ്മനിയിലായിരുന്ന ഷുക്കൂർ ഇതെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സൗഹാർദ്ദ മത്സരമായി കളയാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിപ്പോ സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്യാനാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഏതാ സൗഹാർദ്ദ മത്സരമാണെങ്കിൽ അവർ നമ്മളുമായിട്ട് വേണം, അല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെട്ടിക്കത്തോണ്ട് വോട്ട് കുത്തുക എന്നുള്ളതാണ് സൗഹാർദ്ദ മത്സരം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതൊരു പുതിയ അറിവാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, KPC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞങ്ങൾ ഇവിടെയുള്ള സംഭവവികാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ ഒരു കടമ്പെടുത്താണ് ഇതിന് പിന്നിലെന്നാണ് അവർ പറയുന്നത്. 6 മാസത്തെ ചെയർമാൻ സ്ഥാനമാണ് ചോദിച്ചത്, പക്ഷെ അത് അംഗീകരിച്ചു തള്ളിയില്ല. 6 മാസത്തെ ചെയർമാൻഷിപ്പ് MA കരീം എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മുസ്ലിമാണ് അവിടെ മത്സരിച്ച്, പാവപ്പെട്ടവനാണ്. അവനെ ചെയർമാനാക്കാൻ മുസ്ലിം ലീഗിലെ പ്രമാണി വർഗത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ഇത് ആദ്യമോ അവസാനമോ എന്നുള്ളതല്ല പ്രശ്നം. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസിന് 6-ഉം ലീഗിന് 6-ഉം. കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ് അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് എന്റെ ഹോം വാർഡിൽ മത്സരിച്ചത്. ആ ജോർജ് ജോണിൽ നിന്ന് കോൺഗ്രസിനെ വോട്ട് ചെയ്താൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. ലീഗുകാരന് അവിടുത്തെ ആ 9-ാം വാർഡിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മെജോറിറ്റി ക്രിസ്ത്യൻ വോട്ടാണ്, സെക്കൻഡ് ഹിന്ദു വോട്ടാണ്. 248 മുസ്ലിമാണ് ആ വാർഡിൽ ആകെ ഉള്ളത്. 82 ലീഗിന്റെ മുസ്ലിം വോട്ടേ ആ വാർഡിലുള്ളൂ. ജോർജ് ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയെ പിടിച്ച് അവർ സ്ഥാനാർത്ഥിയാക്കിയതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ജയിച്ചു, അവനവന്റെ മാതൃപ്രസ്ഥാനത്തോട് വോട്ട് ചേർന്നു, കോൺഗ്രസിനെ വോട്ട് ചെയ്തു, കോൺഗ്രസിന്റെ ദീപകിനെ സ്ഥാനാർത്ഥിയാൽ വോട്ട് ചെയ്തു.